എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ സംഘികൾ പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണയ്ക്കുന്നത്? ഇല്ലെങ്കിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് സംഘികൾ മാത്രമാണോ? ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് സംഘികൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചിലർ കൂടിയുണ്ട്. പക്ഷേ ഇസ്രയേൽ എന്ന രാജ്യം പിറന്നു വീണ കാലം മുതൽ ഇന്ന് വരെ ആ രാജ്യത്തെ പിന്തുണച്ച ഒരേ ഒരു സംഘടനയാണ് RSS. വെറുതെ അങ്ങ് പറയുന്നതല്ല, അതിനനവധി ചരിത്രമുണ്ട്, ചരിത്ര പശ്ചാത്തലവുമുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1948 ഇസ്രായേലും പിറന്നു വീണു. സമാനമായ രീതി തന്നെയായിരുന്നു രണ്ടും ബ്രിട്ടീഷ് കോളനി. ബ്രിട്ടീഷുകാരുടെ ആ ഭരണത്തിൽ നിന്ന് നമ്മൾ മോചിതരായപ്പോൾ ഹിന്ദുരാഷ്ട്രമായ ഇന്ത്യ പാകിസ്ഥാനുമായി വെട്ടിമുറിക്കപ്പെട്ടു, ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കപ്പെട്ടു. 1948 ഇസ്രായേൽ പിറവി കൊണ്ടപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യം കൂടി സൃഷ്ടിക്കപ്പെട്ടു. ഇതിന് രണ്ടും സമാനതയുണ്ട്. RSS ഹിന്ദുരാഷ്ട്രവാദമുയർത്തി മുൻപോട്ട് പോകുമ്പോൾ ജൂതരാഷ്ട്രവാദമാണ് ഇസ്രായേലിൻ്റെ നയം. ഇത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകവും. അതുമാത്രവുമല്ല, അനവധി കാര്യങ്ങൾ സാമ്യതയുണ്ട് എന്ന് മാത്രമല്ല, അനവധി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തു തന്നെയാണ് ഈ രണ്ടു കൂട്ടരും വളർന്നതെന്ന് തന്നെ പറയാം. 1950 വരെ ഇസ്രായേലിനെ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. ഈ സാഹചര്യങ്ങൾ തൊട്ട് ഇവിടെ വരെ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടുപ്പം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് 4 പ്രചാരകന്മാരാണ്. ആ 4 പ്രചാരകന്മാരിൽ 2 പേരെ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. 2 പേർ തിരശ്ശീലയ്ക്ക് പുറകിലുള്ളവരാണ്. പക്ഷേ 2 പേരും പ്രശസ്തരാണ്. അതായത് സ്വയംസേവകരായിട്ടുള്ളവർക്ക് മാത്രം അറിയാവുന്ന 2 പേരുകാർ. അവരായിരുന്നു അടിസ്ഥാനം കെട്ടിയുയർത്തിയത്. അവർ കെട്ടിയുയർത്തിയ പടികളിലൂടെയാണ് പിന്നീട് 4 ആളറിയുന്ന 2 പ്രചാരകന്മാർ കയറിപ്പോയതും. ആ കയറിപ്പോയവരെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങാം. പിന്നെ അവർക്കെന്നും പിന്തുണയുമായി നിന്ന ആ പഴയ 2 പ്രചാരകന്മാരെയും. അതിൽ ഒരാൾ AB വാജ്പേയി ആയിരുന്നു. ആദ്യമായി ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ സ്വാഗതമരുളിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. അദ്ദേഹം RSSൻ്റെ പ്രചാരകനായിരുന്നു. അതിനുശേഷം ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി. അത് RSSൻ്റെ മറ്റൊരു പ്രചാരകൻ. അങ്ങനെ ആ ബന്ധം ദൃഢമായി വളർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2018 നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ദില്ലിയിൽ വന്നപ്പോൾ തീൻമൂർത്തി ചൗക്കിൻ്റെ പേര് നമ്മൾ മാറ്റി, തീൻമൂർത്തി ഹൈഫ ചൗക്ക് എന്ന് മാറ്റി. ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു നഗരത്തിൻ്റെ പേരാണ്. അത്രയും ആത്മബന്ധത്തിലേക്ക് നാം വളർന്നു. ഈ ബന്ധത്തിലേക്ക് ഇന്ത്യ എന്ന രാജ്യം എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം RSS ആണ്. അതായത് ഇന്ത്യ എന്ന രാജ്യം ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ആഹോരാത്രം പണിയെടുത്തത് RSS എന്ന സംഘടന മാത്രമാണ്. ആ സംഘടന 1992 വരെ ഇസ്രായേലുമായി ബന്ധമുള്ള ഒരേ ഒരു ഇന്ത്യൻ സംഘടന RSS ആയിരുന്നു. ആ സമയങ്ങളിൽ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള ഒരു ഏജൻസി റോയുമായിരുന്നു. റോ എന്തുകൊണ്ട് ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ, നെഹ്റുവിന് തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ കണ്ണിലെ കരടായിരുന്നു, പാലസ്തീനായിരുന്നു പ്രാമുഖ്യം. ഏതായാലും റോയ്ക്ക് അങ്ങനെ മാറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ചൈന വലിയ ശത്രുതാ മനോഭാവത്തോടുകൂടി അതിർത്തിയിൽ നിൽക്കുമ്പോൾ അവരെ തകർക്കുവാൻ മൊസാദിൻ്റെ സഹായം റോയ്ക്ക് അനിവാര്യമായിരുന്നു. ഇസ്രായേലിനാകട്ടെ ആ സമയങ്ങളിൽ പാകിസ്ഥാൻ ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെയുള്ള സൈനികർക്ക് പാകിസ്ഥാനിൽ വെച്ച് പരിശീലനം നൽകുന്നുണ്ടായിരുന്നു. അതെന്തിനാണ് പരിശീലനം നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിശീലനം നൽകിയത്. അങ്ങനെ ഇസ്രായേലിൻ്റെ ശത്രുവായ പാകിസ്ഥാനും ഇന്ത്യയുടെ ശത്രുവായ ചൈനയും, അങ്ങനെ ശത്രുവിൻ്റെ ശത്രു മിത്രമായി മാറുന്നു. അങ്ങനെയാണ് റോ ഈ മൊസാദുമായി ഇസ്രായേലുമായി അടുത്ത് മുൻപോട്ട് പോയത്. എന്നാൽ ഈ 1992 വരെ RSS എന്ത് പ്രവർത്തനമാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, 1948 ജൂതരാഷ്ട്രമായി ഇസ്രായേൽ സ്ഥാപിതമായത് മുതൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളിലായിരുന്നു ഇന്ത്യയിലെമ്പാടും RSS പ്രവർത്തകർ. അതിന് ചുക്കാൻ പിടിച്ച 2 പ്രചാരകന്മാരുണ്ട്. അതിലൊരാളാണ് ഭൗരവോ ദേവറസ്. ഈ പ്രചാരകൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല അധികം, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. സർസംഘചാലകായിരുന്ന ബാലാസാബ് ദേവറസിൻ്റെ സഹോദരൻ. ഇദ്ദേഹമാണ് ഇസ്രായേലിന് വേണ്ടി ഇന്ത്യയിൽ ആഹോരാത്രം പണിയെടുത്ത RSS പ്രചാരകൻ. മറ്റൊരാൾ രവി അയ്യറായിരുന്നു. രവി അയ്യർക്കായിരുന്നു അന്തർദേശീയ തലത്തിൽ, അതായത് വിദേശങ്ങളിലും മറ്റും RSSൻ്റെ സംഘത്തിൻ്റെ പൂർണ്ണ ചുമതല ഉണ്ടായിരുന്ന മറ്റൊരു പ്രചാരകൻ. ഈ 2 പ്രചാരകന്മാരായിരുന്നു ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിനെ ഇന്ത്യയുമായി കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. മുംബൈയിലും കേരളത്തിലും
ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ജൂത തെരുവുകളിലും ജൂത കേന്ദ്രങ്ങളിലുമൊക്കെ എത്തി അവരോടൊപ്പം നിലകൊണ്ടുകൊണ്ട് വലിയ സമ്മർദ്ദം ഇന്ത്യൻ സർക്കാരിൽ ചെലുത്തുവാൻ ഈ ഭൗരാവോ ദേവറോസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1950 ഇസ്രയേലിനെ നമ്മൾ അംഗീകരിച്ചത്. നെഹ്റു മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ച ഒരു കാര്യം. അന്ന് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തതും RSS ആയിരുന്നു. അതിനുശേഷം 1992 നരസിംഹറാവു ആണ് ഇസ്രയേലുമായി കുറച്ചുകൂടി അടുക്കുവാൻ ഇടവരുത്തിയത്. കാരണം നരസിംഹറാവുമായിട്ട് ഈ പറയുന്ന സംഘപ്രചാരൻ ദേവറസിന് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ് അന്ന് നരസിംഹറാവു ഇസ്രയേലുമായി കുറച്ചുകൂടി അടുക്കുവാൻ ഇടവന്നതും. ഇതാണ് RSS ഇസ്രയേൽ ബന്ധം. ഒരുപക്ഷെ ഇസ്രയേൽ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി യഹൂദർക്ക് മാത്രമാണ് നൽകാറുള്ളത്. യഹൂദർക്ക് അപ്പുറത്താർക്കെങ്കിലും ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഭൗരാവോ ദേവറസിന് മാത്രമാണ്. അദ്ദേഹം അത്രത്തോളം ഇസ്രയേലികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിനാണ് യഹൂദർക്ക് അപ്പുറത്ത് അവരാകെ ഒരു ബഹുമതി നൽകിയിരുന്നുള്ളൂ. ആ സിവിലിയൻ ബഹുമതി നൽകിയത് ഇദ്ദേഹത്തിന് മാത്രമാണ്. പിന്നീട് നരേന്ദ്രമോദിക്ക് അവർ ബഹുമതി നൽകിയെങ്കിൽ പോലും ആദ്യം നൽകുന്ന വ്യക്തി ഇദ്ദേഹമാണ്. പക്ഷേ അപ്പോഴത്തേക്കും ദേവറസ് മരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു വലിയ ബന്ധം ഈ RSSഉം ഇസ്രയേലും തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബന്ധം കൂടുതൽ ദൃഢമായി. നമുക്ക് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യമായിട്ട് ഇസ്രയേൽ മാറി. സാമ്പത്തിക സഹകരണം, സൈനിക സഹകരണം, എല്ലാ തരത്തിലുള്ള സഹകരണവുമായി നമ്മളിന്ന് കൂടുതൽ ഇടപഴകി മുൻപോട്ട് പോവുകയാണ്. അതായത് ഇസ്രയേലിനെ നാം സ്നേഹിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരുപക്ഷെ ഇന്ന് ഇസ്രയേലിനെ സ്നേഹിക്കാൻ അനവധി പേരുണ്ടാകും. പക്ഷേ അതിൻ്റെ തുടക്കകാലം തൊട്ട് സ്നേഹിച്ച ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ, RSS. വെറുതെ സ്നേഹം പറയുന്നതല്ല. അവർക്ക് വേണ്ടി ഇന്ത്യയിൽ എന്നല്ല ലോകത്തെമ്പാടും അവർക്ക് വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും ഉണ്ടായിരുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ ആ പ്രചാരകന്മാരെ ഇന്ന് സ്മരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഈ പറയുന്ന ഈ ബാലാസാബ് ദേവറസ്, അദ്ദേഹത്തെക്കുറിച്ചൊരു ചെറിയ പാഠഭാഗം തന്നെ അവരുടെ പുസ്തകത്തിൽ പഠിപ്പിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഭാരതത്തെക്കുറിച്ച് വിശദമായി തന്നെ അവരുടെ പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. നെഹ്റു മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ കോൺഗ്രസ് ഭരണാധികാരികളുടെയും കണ്ണിലെ കരട് തന്നെയായിരുന്നു ഇസ്രയേൽ. കാരണം അവർക്ക് വേണ്ടത് മുസ്ലിം വോട്ടുകളായിരുന്നു. ആ വോട്ട് ബാങ്കിനെ നിലനിർത്തണമെങ്കിൽ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞ് മതിയാകുമായിരുന്നുള്ളൂ. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഇസ്രയേലിന് നേരെ കണ്ണടച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഇസ്രയേലിനെ നമ്മൾ പിന്തുണയ്ക്കുന്നു. അതായത് അതിർത്തി കടന്നു വരുന്ന ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു. ഒപ്പം സ്വതന്ത്ര പാലസ്തീനെ നമ്മൾ അംഗീകരിക്കുന്നു. ഇതാണ് നമ്മുടെ നിലപാട്. ആ നിലപാടിലേക്ക് നമ്മൾ എത്താനായി നമ്മളെ പ്രേരിപ്പിച്ചത് RSS എന്ന് പറയുന്ന ഒരു സംഘടന തന്നെയാണ്. അതുതന്നെയാണ് ഈ RSSഉം ഇസ്രയേലും തമ്മിലുള്ള ഒരു ബന്ധം. മറ്റൊരു കാര്യം, ഈ ദേവറസ് പലവട്ടം ഇസ്രയേലിൽ പോവുകയും അവിടെ എങ്ങനെയാണ് ഇവർ അവരുടെ ആ അസ്തിത്വം വീണ്ടെടുത്തതും അവരുടെ പഴയകാല ആ ജീവിതവും സംസ്കാരവും പുനരുജ്ജീവിപ്പിച്ചതെന്ന് കണ്ടുപഠിച്ചതിന് ശേഷം ആണ് ഇന്ത്യയിലെത്തി അദ്ദേഹം ഈ സംസ്കൃത ഭാഷ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. അതായത് ഇസ്രയേലികൾ അവരുടെ ഹീബ്രു ഭാഷ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നടത്തിയ ശ്രമങ്ങൾ അതുപോലെ തന്നെ RSS ഇവിടെ കൊണ്ടുവന്ന് ദേവറസിലൂടെ അത് നടപ്പാക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2017 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുകയുണ്ടായി. സംസ്കൃതത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചു. അത് കണ്ടുപിടിച്ച് അതിൻ്റെ മാതൃക RSS സ്വീകരിച്ചത് ഈ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രയേലികൾ ഈ ഹീബ്രു ഭാഷയെ പുനരുജ്ജീവിപ്പിച്ചിട്ട് അതിൻ്റെ ആ മോഡലായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഏതായാലും ജാഫ്ലോട്ട്സ് എഴുതിയ ഹിന്ദു നാഷണലിസ്റ്റ് എ റീഡർ എന്ന പുസ്തകത്തിൽ ഇസ്രയേലും RSSഉം തമ്മിലുള്ള ബന്ധം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അനവധി അധ്യായങ്ങൾ അതിന് തന്നെ നീക്കി വെച്ചിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം എഴുതി, മാതൃരാജ്യത്തിന് വേണ്ടി പോരാടുന്നൊരു സംഘടനയും മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ കളയാൻ കൊതിക്കുന്നൊരു ജനതയും ഇത് തന്നെയാണ് RSSഉം ഇസ്രയേലുമെന്ന്. അങ്ങനെയാണ് ആ ബന്ധം മുൻപോട്ട് പോകുന്നത്. സംഘികൾ ഇന്ന് ഇസ്രയേലിന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നത് ഇപ്പോൾ കണ്ട ആവേശത്തിലല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻ്റ് ഈ ബന്ധത്തിൻ്റെ ചില ഏടുകൾ ഇവിടെ ഓപ്പൺ ചെയ്തത്. പലരും കരുതും ഒരുപക്ഷെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് കൊണ്ടാണ് ഇസ്രയേലിനെ സംഘികൾ പിന്തുണയ്ക്കുന്നത് എന്ന്. ഒരിക്കലുമല്ല. കാരണം ഇസ്രയേൽ എന്ന രാജ്യം പിറവി കൊണ്ടത് മുതൽ അതിനൊപ്പം നിൽക്കുന്ന ഒരേ ഒരു സംഘടനയായിരുന്നു RSS. 1992 വരെ ഇന്ത്യൻ ഭരണാധികാരികൾ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന ആ രാജ്യത്തിനൊപ്പവും ആ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് പ്രചരണം നടത്തുകയും ഈ രാജ്യത്തെ സർക്കാരുകളെ കൊണ്ട് ആ രാജ്യത്തെ അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം പോരാടിയ ഒരു സംഘടന, അതാണ് RSS.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വിഷയം ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലേക്ക് തിരഞ്ഞെടുത്തത്. RSSന് സയനിസ്റ്റുകളുടെ പിൻഗാമികളെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജൂതരെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സംഘികൾ ഇസ്രയേലികളെ പിന്തുണയ്ക്കുന്നതിനെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ, അപമാനിക്കുന്നുണ്ടെങ്കിൽ, കളിയാക്കുന്നുണ്ടെങ്കിൽ ഒരു സംഘിയും അതിനകത്ത് അപമാനമായി കരുതേണ്ട. കാരണം ഈ ഇസ്രായേൽ എന്ന രാജ്യം പിറന്നു വീണപ്പോൾ മുതൽ ആ രാജ്യത്തിനൊപ്പം നിന്ന് ഒരേ ഒരു സംഘടനയെ ലോകത്തുള്ളൂ, അതാണ് RSS. അതുമാത്രമാണ് അതിൻ്റെ ഉത്തരവ്. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.